Making a shower. It was an evening after a heavy rain. Grandfather was picking flowers from the jasmine bush under the sandalwood tree. The leaves of the tree were full of raindrops. I knew I could make rain if I shook the tree, and grandfather and I would get a good shower. I liked bathing in the rain, but he might not like it. But it would be great fun. ചാറ്റൽ മഴ പെയ്യിക്കുന്നു. കനത്ത മഴയ്ക്ക് ശേഷമുള്ള ഒരു സായാഹ്നമായിരുന്നു അത്. ചന്ദനമരത്തിനടിയിലുള്ള മുല്ലവള്ളിയിൽ നിന്ന് മുല്ലപ്പൂക്കൾ പറിക്കുകയായിരുന്നു അപ്പൂപ്പൻ. മരത്തിൻ്റെ ഇലകളിലെല്ലാം മഴത്തുള്ളികളുണ്ടായിരുന്നു. ആ മരം ഒന്ന് കുലുക്കിയാൽ എനിക്കും അപ്പൂപ്പനും നല്ല ചാറ്റൽ മഴ കിട്ടുമെന്ന് എനിക്കറിയാം. മഴയത്ത് കുളിക്കുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമായിരുന്നു. പക്ഷേ അപ്പൂപ്പന് അത് ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ അത് നല്ലൊരു തമാശയായിരിക്കും. So I quietly went near the sandalwood tree and shook it with all my strength. There was a heavy shower and both grandfather and I were soaked. I loved it. But grandfather did not. He turned to me with an angry look. I was sure he would catch me and beat me. So I ran. He ran after me. I ran fast, but he ran faster. He had almost caught me when he stumbled and fell. ഞാൻ പതുക്കെ ചന്ദനമരത്തിൻ്റെ അടുത്തെത്തി. എൻ്റെ സർവ്വശക്തിയും എടുത്ത് കുലുക്കി. നല്ലൊരു ചാറ്റൽ മഴ കിട്ടുകയും ഞാനും അപ്പൂപ്പനും നനയുകയും ചെയ്തു. എനിക്കത് ഇഷ്ടപ്പെട്ടു. പക്ഷേ അപ്പൂപ്പന് ഇഷ്ടമായില്ല. അപ്പൂപ്പൻ എൻ്റെ നേരെ ദേഷ്യത്തോടെ തിരിഞ്ഞു. അപ്പൂപ്പൻ എന്നെ പിടിക്കുമെന്നും തല്ലുമെന്നും എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് ഞാൻ ഓടി. അപ്പൂപ്പൻ എൻ്റെ പിറകെ ഓടി. ഞാൻ വേഗത്തിലോടി. പക്ഷേ അപ്പൂപ്പനും വേഗത്തിലോടി. എന്നെ ഏകദേശം പിടിക്കുമെന്നായപ്പോൾ അപ്പൂപ്പൻ കാലിടറി വീണു. I ran away to the paddy fields and hid myself there. I heard grandfather shout that he would teach me a lesson when I come back home. ഞാൻ പാടശേഖരത്തിലേക്ക് ഓടിക്കയറി. അവിടെ ഒളിച്ചു. വീട്ടിൽ വരുമ്പോൾ നിന്നെ ഒരു പാഠം പഠിപ്പിക്കുമെന്ന് അപ്പൂപ്പൻ ഉറക്കെ പറയുന്നത് കേട്ടു. I did not want to go home because I feared grandfather would beat me. I stayed on in the fields. It was getting dark. I was afraid to stay there alone in the darkness. I remembered all the ghost stories I had heard. I stood up, looked around and then ran towards home. അപ്പൂപ്പൻ എന്നെ തല്ലുമെന്നോർത്ത് എനിക്ക് വീട്ടിലേക്ക് പോകുവാൻ തോന്നിയില്ല. ഞാൻ ആ പാടശേഖരത്തിൽ തന്നെ തങ്ങി. നേരം ഇരുട്ടി തുടങ്ങി. എനിക്ക് ആ ഇരുട്ടിൽ അവിടെ തന്നെ ഇരിക്കുവാൻ ഭയം തോന്നി. ഞാൻ കേട്ടിട്ടുള്ള പ്രേതകഥകളെക്കുറിച്ച് ഞാൻ ഓർത്തു. ഞാൻ എഴുന്നേറ്റ് ചുറ്റുപാടും നോക്കിയ ശേഷം വീടിന് നേർക്ക് ഓടി. I was still afraid to face grandfather. So I did not go inside the house. I went to the cowshed and took shelter in the loft. From there I could see grandfather sitting on the veranda saying his prayers. ഇപ്പോഴും അപ്പൂപ്പനെ നേരിടാൻ എനിക്ക് ഭയമായിരുന്നു. അതുകൊണ്ട് വീടിന് ഉൾവശത്തേക്ക് ഞാൻ നീങ്ങിയില്ല. പശുത്തൊഴുത്തിലേക്ക് പോയി അവിടെയുള്ള തട്ടിൻപുറത്ത് ഞാൻ അഭയം തേടി. അവിടെ ഇരുന്നാൽ അപ്പൂപ്പൻ വരാന്തയിലിരുന്ന് നാമം ചൊല്ലുന്നത് എനിക്ക് കാണാമായിരുന്നു. Grandmother was waiting for me. When I did not turn up, she looked for me everywhere in the house. Then she came out and called aloud for me, thinking that I was somewhere in the garden. അമ്മൂമ്മ എന്നെ കാത്തിരിക്കുകയായിരുന്നു. എന്നെ കാണാത്തതുകൊണ്ട് അമ്മൂമ്മ വീടിനുള്ളിൽ എല്ലായിടത്തും എന്നെ തിരഞ്ഞു. ഞാൻ പൂന്തോട്ടത്തിനുള്ളിൽ എവിടെയെങ്കിലും കാണുമെന്ന് വെച്ച് ഉറക്കെ വിളിച്ചു. She did not get any answer. Then she went to grandfather and asked him where I was. You look for him in the house, grandfather said. He is hiding somewhere. He is not in the house, grandmother said. I looked for him everywhere. അമ്മൂമ്മ അപ്പൂപ്പൻ്റെ അടുത്ത് ചെന്ന് ഞാൻ എവിടെയാണെന്ന് ചോദിച്ചു. നീ അവനെ വീടിനുള്ളിൽ നോക്ക് എന്ന് അപ്പൂപ്പൻ പറഞ്ഞു. അവൻ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്നുണ്ടാവും. വീട്ടിനുള്ളിൽ അവനില്ല, അമ്മൂമ്മ പറഞ്ഞു. ഞാൻ എല്ലായിടത്തും അവനെ തിരഞ്ഞു. The news spreads. Then grandfather stood up and went outside and called aloud, Come Raja, come. I won't beat you. But I did not answer him, for I thought that he would beat me. Grandmother was angry and sad. He won't come. You drove him away. I heard you say that you would beat him if he came home. Poor child, he is afraid of you and has run away. വാർത്ത പരക്കുന്നു. അപ്പോൾ അപ്പൂപ്പൻ എഴുന്നേറ്റ് പുറത്തേക്ക് പോയി ഉച്ചത്തിൽ വിളിച്ചു, വരൂ രാജ, വരൂ, ഞാൻ നിന്നെ തല്ലില്ല. അപ്പൂപ്പൻ തല്ലുമെന്നോർത്ത് ഞാൻ ആ വിളിക്ക് ഉത്തരം കൊടുത്തില്ല. അമ്മൂമ്മ ദേഷ്യത്തിലും വിഷമത്തിലും ആയിരുന്നു. നിങ്ങളാണ് അവനെ ഓടിച്ചത്. അവൻ വരില്ല. അവൻ വീട്ടിൽ വരുമ്പോൾ തല്ലുമെന്ന് നിങ്ങൾ പറയുന്നത് ഞാൻ കേട്ടതാണ്. പാവം കുട്ടി.
അവൻ നിങ്ങളെ പേടിച്ച് ഓടിപ്പോയതാണ് എന്നെല്ലാം അമ്മൂമ്മ പറയുന്നുണ്ടായിരുന്നു. Grandfather called the servants and asked them to go out and look for me. They went out, but after a while returned to say that they could not find me. Grandmother started weeping. Grandfather started walking up and down the courtyard. The news that I was missing spread. Our neighbors came first, then our relatives, and then others who had heard of the bad news. Many came to offer their sympathies to grandmother. അപ്പൂപ്പൻ വേലക്കാരെ വിളിച്ച് അവരോട് എന്നെ തിരയുവാൻ പറഞ്ഞു. വേലക്കാർ പുറത്തേക്ക് പോയി. കുറച്ച് സമയത്തിന് ശേഷം എന്നെ കണ്ടെത്താനായില്ലെന്ന് അപ്പൂപ്പനോട് അവർ പറഞ്ഞു. അമ്മൂമ്മ കരയാൻ തുടങ്ങി. അപ്പൂപ്പൻ മുറ്റത്തുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുവാൻ തുടങ്ങി. എന്നെ കാണാതായെന്നുള്ള വാർത്ത പടർന്നു. ഈ ദുഃഖകരമായ വാർത്ത കേട്ട് ആദ്യം അയൽക്കാരും പിന്നെ ബന്ധുക്കളും പിന്നെ ബാക്കിയുള്ളവരും ഒക്കെ പുറകെ കടന്നു വന്നു. എല്ലാവരും അമ്മൂമ്മയോട് സഹതാപം പങ്കുവച്ചു. Grandfather did not like this. He shouted, "Nothing has happened to the boy. He is hiding somewhere. Can't some of you go out and find him instead of wasting your time here?" അപ്പൂപ്പന് ഇതൊട്ടും ഇഷ്ടമായില്ല. അവനൊന്നും സംഭവിച്ചിട്ടില്ല. അവൻ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്നുണ്ടാവും. നിങ്ങൾ ഇവിടെ വെറുതെ സമയം പാഴാക്കാതെ അവനെ തിരയുവാൻ പാടില്ലേ എന്ന് അപ്പൂപ്പൻ ദേഷ്യത്തോടെ ചോദിച്ചു. Some of them went out to search for me. More and more people came and soon there was a big crowd. By now, grandmother had lost all hope of seeing me again. She started telling the people what a good boy I was. The search parties returned without finding me. Grandmother started weeping loudly. The women in the crowd also wept. The servants of the house joined in the wailing. They all acted as if I were dead. കുറച്ചുപേർ പുറത്തേക്ക് തിരച്ചിലിനായി പോയി. കൂടുതൽ ആളുകൾ വരികയും അവിടെ വലിയ കൂട്ടമായി തീരുകയും ചെയ്തു. എന്നെ വീണ്ടും കാണാമെന്നുള്ള എല്ലാ പ്രതീക്ഷയും അമ്മൂമ്മയ്ക്ക് നഷ്ടമായി. ഞാൻ എത്രമാത്രം നല്ല കുട്ടിയായിരുന്നുവെന്ന് അമ്മൂമ്മ ആളുകളോട് പറയുവാൻ തുടങ്ങി. തിരച്ചിലുകാർ എന്നെ കാണാതെ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി. അമ്മൂമ്മ ഉച്ചത്തിൽ കരയുവാൻ തുടങ്ങി. ആൾക്കൂട്ടത്തിലുണ്ടായിരുന്ന സ്ത്രീകളും കണ്ണീർ പൊഴിച്ചു. വീട്ടിലെ വേലക്കാരും നിലവിളിക്കുവാൻ ഒപ്പം കൂടി. ഞാൻ മരിച്ചുപോയതുപോലെയാണ് അവർ സങ്കടം പ്രകടിപ്പിച്ചത്. I felt very sorry for grandmother and I wanted to come out. Grandfather was a man of strong will, but I knew that he too felt very sad. He did not, however, lose hope. He stood up, turned in the direction of a family temple and prayed. "Help me, God," he said. "Give me my child. I want him now. I cannot wait any longer." He then stood silent in prayer. എനിക്ക് അമ്മൂമ്മയുടെ സങ്കടം കണ്ട് പുറത്തേക്ക് വരണമെന്നും ക്ഷമ പറയണമെന്നും തോന്നി. അപാരധൈര്യമുള്ള ആളായിരുന്നു അപ്പൂപ്പൻ. പക്ഷേ അപ്പൂപ്പനും വളരെ സങ്കടമായി എന്നെനിക്ക് മനസ്സിലായി. അപ്പൂപ്പൻ ഞങ്ങളുടെ കുടുംബക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ദിശയിലേക്ക് നോക്കി പ്രാർത്ഥിച്ചു. "എന്നെ രക്ഷിക്കൂ ദൈവമേ," അപ്പൂപ്പൻ പറഞ്ഞു. "എൻ്റെ കുഞ്ഞിനെ തരൂ. എനിക്ക് അവനെ ഉടനെ വേണം. അവന് വേണ്ടി കൂടുതൽ താമസിക്കുവാൻ പറ്റില്ല." അപ്പൂപ്പൻ നിശബ്ദമായി പ്രാർത്ഥിച്ചു. At that moment, uncle returned. He learnt what was happening at home. He looked around and guessed where I was. He came to the cowshed and asked me to come down. I came down. Uncle took me into the house. Grandfather had just finished his prayer and turned. As he opened his eyes, he saw me standing before him. He took me up in his arms in joy, hugged me and said, "God heard my prayers and has given you back to us." ആ സമയത്ത് അമ്മാവൻ തിരിച്ചു വന്നു. വീട്ടിൽ എന്താണ് സംഭവിച്ചതെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അദ്ദേഹം ചുറ്റുപാടും നോക്കി. എന്നിട്ട് ഞാൻ എവിടെയായിരിക്കുമെന്ന് ഊഹിച്ചു. അദ്ദേഹം പശുത്തൊഴുത്തിലെത്തി എന്നോട് താഴെ ഇറങ്ങുവാൻ ആജ്ഞാപിച്ചു. ഞാൻ താഴെ ഇറങ്ങി. അമ്മാവൻ എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അപ്പൂപ്പൻ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന അവസാനിപ്പിച്ച് തിരിഞ്ഞു. അപ്പൂപ്പൻ കണ്ണുകൾ തുറന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ മുൻപിൽ നിൽപ്പുണ്ടായിരുന്നു. അപ്പൂപ്പൻ എന്നെ കോരിയെടുത്ത് കെട്ടിപ്പിടിച്ച് സന്തോഷത്തോട് പറഞ്ഞു, "ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു. അതുകൊണ്ടാണ് നിന്നെ എനിക്ക് തിരിച്ചു കിട്ടിയത്." Dear children, subscribe for more videos.